ഹലോ, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്ത് നോക്കുന്നത് ഫേസ്ബുക്കിൽ കണ്ടൊരു വീഡിയോ ആണ്. അതൊന്ന് പരീക്ഷിച്ച് നോക്കുവാണ്. അപ്പോൾ അത് എത്രത്തോളം സക്സസ് ആവും, അതോ ഇനിയോ അത് ഫെയിലായി പോകുമെന്നൊക്കെ നമുക്ക് നോക്കാം. അതിനായിട്ട് എടുത്തിരിക്കുന്നത് ഞാൻ 1 ലിറ്റർ പാലാണ്. അത് തിളപ്പിക്കാതെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. ഒരു 8 മണിക്കൂറാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ നല്ല തിക്കായിട്ടുള്ള ക്രീമൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. ഈ ക്രീം വെച്ചിട്ടാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. ഇനി ഈ മുകളിൽ സെറ്റിലായ ആ ക്രീം നമുക്ക് നല്ല ഒരു ബോട്ടിലോട്ട് മാറ്റാം. അപ്പോൾ നല്ല ക്ലീനായിട്ടുള്ള ബോട്ടിൽ വേണം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോവേ. ഈ ഒരു എക്സ്പെരിമെൻറ്റ് നമുക്ക് കവറുപാൽ വെച്ചിട്ട് ചെയ്യാമോ എന്ന് ചിലർക്കൊരു ഡൗട്ട് വരും. കവറുപാൽ വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റില്ല. കാരണം കവറുപാൽ ഇതൊക്കെ സെപ്പറേറ്റ് ആക്കിയിട്ടാണ് നമുക്ക് ആ ഒരു പാല് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ വീടുകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പാലിൽ ആ ഒരു പാൽ വെച്ചിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയാണ് മെയിൻ ടാസ്ക്. നമ്മളിത് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് ഏകദേശം 2 മിനിറ്റ് ഷേക്ക് ചെയ്യുമ്പോഴത്തേന് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച കാര്യം കിട്ടുമെന്നാണ് അതിനകത്ത് പറഞ്ഞിരുന്നത്. പക്ഷേ 2 മിനിറ്റ് ആയപ്പോഴൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫെയിലായിപ്പോയി. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ ട്രൈ ചെയ്തതല്ലേ, ഇനി കുറച്ച് നേരം കൂടെ ഒന്ന് ഷേക്ക് ചെയ്ത് നോക്കാം എന്താ സംഭവിക്കാമെന്ന്. അങ്ങനെ ഞാനൊരു 5 മിനിറ്റോളം ഇതൊന്ന് ഷേക്ക് ചെയ്തു. അപ്പം ഞാനിങ്ങനെ ചെവിയുടെ കീഴിൽ കൊണ്ടുവച്ച് എന്താ ഷേക്ക് ചെയ്യുന്നത് ചോദിച്ചാൽ, ഇതിങ്ങനെ ഷേക്ക് ചെയ്യുന്ന സമയത്ത് ആ സംഭവം ആയി വന്നിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ മേളിൽ തട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. പാല് സെപ്പറേറ്റായി, വെണ്ണ സെപ്പറേറ്റായി. അപ്പോൾ എക്സ്പെരിമെൻറ്റ് സക്സസ് ആണ്. പക്ഷേ ഇച്ചിരി കൂടെ അവർ പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടെ ടൈം എടുക്കുമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ദാ വെണ്ണയും പാലും സെപ്പറേറ്റായിട്ട് വന്നിട്ടുണ്ട്. ആ പാല് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇത് നമുക്ക് ആ ഒരു വെണ്ണ തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്പെരിമെൻറ്റ് സക്സസ് ആയിരുന്നേ. എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചെയ്തില്ല, കാരണം ഞാൻ സാധാരണ പാല് കാച്ചിയാണ് വെക്കുന്നത്. പാല് കാച്ചിയിട്ട് അതിനകത്ത് നിന്ന് പാട എടുത്തിട്ട് പിന്നെ നെയ്യ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു എക്സ്പെരിമെൻറ്റിന് മുതിർന്നില്ല.